2022 കണ്ണുനീർത്തുള്ളി പ്രസിദ്ധീകരിക്കുന്നതിന് 2 വർഷം മുമ്പ് മാത്രം എഴുതപ്പെട്ട ടി.എസ്. എലിയട്ടിൻ്റെ വേസ്റ്റ് ലാൻഡിനെ കുറിച്ച് പരാമർശിക്കാതെ നാലപ്പാടൻ്റെ കാലത്തെ വിശ്വസാഹിത്യ രംഗത്തെ മുഴുവനാക്കാനാവില്ല. 1944 4 ക്വാർട്ടറ്റ്സ് എഴുതുമ്പോഴേക്കും എലിയട്ട് തൻ്റെ കാലഘട്ടത്തിലെ സമുന്നതനായ കവിയായി കഴിഞ്ഞിരുന്നു. കാലവും കാലരാഹിത്യവും കാലവും അനശ്വരത്വവും അവതാരങ്ങൾ ഭൂമിയിലെത്തുന്ന, അതായത് കാലത്തിലും അനശ്വരന്മാരായ ദൈവീക മനുഷ്യർ അവതാരരൂപമായിട്ട് ഈ കാലത്തിൽ പ്രത്യക്ഷപ്പെടുന്ന, അവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന നിർണായക മുഹൂർത്തങ്ങൾ. ഈ പ്രധാന കഥാതന്തുവിൽ കവിയുടെ വ്യക്തിഗതമായ അനുഭവങ്ങളെ ഇണക്കി തൻ്റെ ചിന്തയ്ക്ക് ഉചിതമായ ഒരു ശൈലി വാർത്തെടുക്കാൻ നിരന്തരം ശ്രമിക്കുന്ന ഒരു കവിയെയാണ് 1922 മുതൽ 1944 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ടി.എസ്. എലിയട്ടിൽ ദർശിക്കുന്നത്. 1924 കണ്ണുനീർത്തുള്ളി പ്രസിദ്ധീകരിച്ച മുതൽ 1933 ചക്രവാളം പ്രസിദ്ധീകരിക്കുന്നത് വരെയുള്ള നാലപ്പാടലിലും നമുക്കിത് കാണാൻ കഴിയും. ആ ശൈലി ഇടയ്ക്ക് ഗ്രാമ്യമായ സംഭാഷണ രീതിയിലാവാം, മറ്റു ചിലപ്പോൾ ധ്യാനനിരതമാവാം, ഇനിയും ചിലപ്പോൾ അനന്ത അനുഭൂതിയുടെ പാരമ്യതയിലാവാം. വള്ളത്തോൾ തൻ്റെ കാലഘട്ടത്തിലെ സാമൂഹ്യവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളെ കവിതാ വിഷയമാക്കുമ്പോൾ നാലപ്പാടൻ അത് ചെയ്യുന്നില്ല. ആത്മാനുഭൂതികളെ കുറിച്ചിടാനുള്ള കവിത എന്ന മാധ്യമത്തെ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയാൻ പറ്റില്ല, ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാക്കാൻ നാലപ്പാടിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഓരോരുത്തരും ഇഷ്ടമല്ലേ അത് അദ്ദേഹത്തിന് കവിത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ധ്യാനവും ഒരു തപസ്യയും ഒരു ആനന്ദാനുഭൂതിയും ഒക്കെയാണ്. അതിനെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ല. ആ ഒരു ആത്മസല്ലാപമാണത്. അത്തരം സന്ദർഭങ്ങളിൽ ഒരാളുടെ ജീവിതത്തിൽ എപ്പോഴും കാണുമോ? ഇല്ല, എപ്പോഴും കടന്നു വരില്ല, പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാലപ്പാടൻ്റെ കവിതകളുടെ എണ്ണവും കുറവാണ് എന്നുള്ളത് കാണാം. 1914 മുതൽ 1953 വരെ ജീവിച്ച ഡൈലാൻ തോമസ് 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രതീകമാണ്. സർവ്വജീവജാലങ്ങളിലും വ്യക്തമാകുന്നതും സർവത്തെയും രഞ്ജിപ്പിക്കുന്നതുമായ മഹാശക്തിയാണ് സ്ത്രീ പുരുഷ ബന്ധം എന്ന് ഫ്രോയിഡിനെ പോലെ തോമസ് വിശ്വസിച്ചിരുന്നു. ഈ നാലപ്പാടൻ്റെ രതിസാമ്രാജ്യം ആരംഭിക്കുന്നത് യാ ദേവി സർവഭൂതേഷു രതിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ എന്ന് ദേവീസ്തുതിപരമായിട്ടുള്ള ഒരു ശ്ലോകത്തോടു കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ആ ദൈവീകതയെ ആണ് അദ്ദേഹം വാസ്തവത്തിൽ ആ ദൈവീകതയുടെ ബയോളജിക്കൽ വശത്തെയാണ് അദ്ദേഹം വാസ്തവത്തിൽ രതി സാമ്രാജ്യത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. 1952 ഡൈലാൻ തോമസിൻ്റെ കളക്റ്റഡ് പോയംസ് പുറത്തു വരുന്നത്. അത് നാലപ്പാടൻ മരിക്കുന്നതിൻ്റെ 2 വർഷം മുമ്പാണല്ലോ. ദ ഫോഴ്സ് that through the green fuse drives the flower, drives my age green, that blasts the roots of trees is my destroyer, and I am dumb to tell the crooked rose my youth is sent by the same wintry fever എന്നാണ് ഡൈലാൻ തോമസ് എഴുതുന്നത്. ഇതിൻ്റെ എത്രയോ മുമ്പ് എഴുതിയിട്ടുള്ള കണ്ണുനീർത്തുള്ളിയിലും ചക്രവാളത്തിലും പുളകാങ്കരത്തിലുമൊക്കെ സർവചരാചരങ്ങളുടെയും മിസ്റ്റിക്കൽ ഏകത്വത്തെ ഈ മലയാള കവി മനോഹരമായി ദർശിച്ചിട്ടുണ്ട്, നമുക്ക് ചൂണ്ടിക്കാട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡൈലാൻ തോമസിനെ കണ്ടിട്ടല്ല ഇദ്ദേഹം എഴുതിയിരിക്കുന്നതിന് മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. താരങ്ങളെയും തൃണങ്ങളെയും ഒപ്പം തൊട്ടിലാട്ടുന്ന ആ മഹത്തായ ശക്തിയുടെ, ആ അമ്മയുടെ കയ്യിൻ്റെ അന്തഃശക്തിയെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കിയിട്ടുണ്ട്. തൻ്റെ പ്രാണനിശ്വാസം എടുത്തു വേണം ചെറിയ നിസ്സാരമെന്ന് തോന്നുന്ന പുല്ലുകളിൽ പോലും കൊച്ചു ഞരമ്പ് തീർക്കാനെന്നറിഞ്ഞ് അവയോട് വളരെ ആദരവോടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വസാഹിത്യത്തിലെ വിക്ടോറിയൻ കാലഘട്ടം മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതി വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ കവികളുടെയും ചിന്തകന്മാരുടെയും ഗുണങ്ങൾ നമുക്ക് നാലപ്പാടനിൽ സമ്മേളിച്ചിരുന്നതായി കാണാം. എല്ലാവരുടെ നിന്ന് മോഷിച്ചാന്ന് പറയാൻ പറ്റുമോ? അല്ല, പലതും അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇവരൊക്കെ എഴുതുന്നതിൻ്റെ മുമ്പ് വന്നിട്ടുള്ളതാണ്. ഈ സമ്മേളനം ഒരു മിശ്രിതമായിട്ടല്ല കാണുന്നത്, അതൊരു പൂർണ്ണ വസ്തുവായിട്ടാണ് കാണുന്നത്. ആത്മാവ് ഒരു പൂർണ്ണ വസ്തുവല്ലേ? അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ അതൊരു പൂർണ്ണ വസ്തുവായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. സ്വാത്മീകരിച്ച പശ്ചിമ ദേശങ്ങളിലെ സംസ്കാരങ്ങളിൽ നിന്ന് നാലപ്പാടൻ ഉരുത്തിരിഞ്ഞുണ്ടാക്കിയ ഒരു പുതിയ സംസ്കാരത്തിന്
പുതിയ ഒരു ജീവിത ദർശനത്തിന് അല്ലെങ്കിൽ പുതിയ ഒരു ശൈലിക്ക് അതിൻ്റെ മിഴിവ് കൊടുത്തിട്ടുള്ളത് ഈസ്റ്റേൺ അല്ലെങ്കിൽ കിഴക്കിൻ്റെ സംസ്കാരം തന്നെയാണ്. അപ്പോൾ വിക്ടോറിയൻ കാലഘട്ടത്തിലും 20-ാം നൂറ്റാണ്ടിലും രണ്ടറ്റത്തും കാലുകൾ ഊന്നി നിൽക്കുന്ന സാഹിത്യ സമുദ്രത്തിൻ്റെ മുകളിൽ രണ്ടു കാലും അപ്പുറം വെച്ച് നിലയുറപ്പിച്ച ഒരു കൊളോസസിൻ്റെ കണ്ണുകളിൽ കാണുന്ന ശക്തിയും വാത്സല്യവും മാനവികതയും വിസ്മയവും നിറഞ്ഞ ഭാവത്തിന് ഒരച്ഛൻ്റേതിനേക്കാൾ ഒരമ്മയുടെ മൃദുലതയാണുള്ളത് എന്ന് ചിന്താർഹമാണ് അല്ലേ? പൗരുഷത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ സ്പർശമില്ലാതെ മൃദുലമായും ലളിതമായും ഗഹന തത്വങ്ങളെ ഉള്ളിലൊതുക്കിയ ഈ മഹാപുരുഷൻ ഒരു ശിശുവിനെ പോലെ സംവദിക്കുന്നു. പ്രസാദാത്മകത്വം കൊണ്ട് ആ പർണശാലയിലേക്ക് അതിഥികളെ ക്ഷണിക്കുന്നു. അവർ വന്നു പോവുകയാണ്, അദ്ദേഹം ക്ഷണിക്കാതെ തന്നെ അവരെത്തിച്ചേരുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. സ്നേഹം കൊണ്ട് കുട്ടികളെ പ്രചോദിപ്പിക്കുന്നു, സ്നേഹം കൊണ്ട് കുട്ടികളെ സ്ത്രീകളെ ഒക്കെ സംരക്ഷിക്കുന്നു. ഈശ്വരനും മനുഷ്യനും വൃദ്ധനും ശിശുവും ജ്ഞാനവും പ്രേമവും ഒന്നാകുന്ന ഒരു വലിയ ജീവിതത്തിൻ്റെ മുന്നിൽ, ആ ഒരു കാലഘട്ടത്തിൻ്റെ മുന്നിൽ എന്നെപ്പോലുള്ള ആളുകൾ അത്ഭുത പരതന്ത്രരായി നിന്നുകൊണ്ടാണ് ഒരു നമസ്കാരം അർപ്പിക്കുന്നത്.